ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെ നിങ്ങൾ മൂന്നാമത്തെ സെമിസ്റ്ററിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കോളേജുകളിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പ്രാക്ടിക്കൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഈ ആഴ്ച മുതൽ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ലാബാണ് പെട്രോൾ എൻജിൻ സർവീസിംഗ് ലാബ്. പെട്രോൾ എൻജിൻ സർവീസിംഗ് ലാബ് എന്ന് പറഞ്ഞാൽ പെട്രോൾ എൻജിനും അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രം ഡിസ്കസ് ചെയ്യുന്ന ലാബിൻ്റെ പേരാണ് പെട്രോൾ എൻജിൻ സർവീസിംഗ് ലാബ്. ഇനി നിങ്ങൾ 4ാമത്തെ സെമസ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് ഈ ലാബിൻ്റെ പേര് ഡീസൽ എൻജിൻ സർവീസിംഗ് ലാബ് എന്നാണ്. അതായത് ഡീസൽ എൻജിനും അതായത് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ലാബായിരിക്കും ഡീസൽ എൻജിൻ സർവീസിംഗ് ലാബ്. അങ്ങനെ ഇക്കൊല്ലം 2 ലാബുകളാണ് വരുന്നത്. പെട്രോൾ എൻജിൻ സർവീസിംഗ് ലാബ് 3rd സെമസ്റ്ററിൽ, അതായത് 4th സെമസ്റ്ററിലാകുമ്പോൾ അത് ഡീസൽ എൻജിൻ സർവീസിംഗ് ലാബാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സിലബസിനെ പറ്റി പറയാനുണ്ട്. ആ സിലബസിൽ അനുസരിച്ചിട്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ഓരോരോ ഇതിൻ്റെ സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യും. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എൻജിൻ ഓവർഹോളിംഗ് പോലുള്ള വർക്ക് കൂടുതൽ ഡിസ്മാൻഡ്ലിംഗ് പ്രൊസീജിയറോട് കൂടിയിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടും നിങ്ങൾക്ക് വളരെ മനസ്സിലാവത്തക്ക രീതിയിലാണ് ഞാൻ വളരെ സിമ്പിളായിട്ടായിരിക്കും ഞാൻ അവതരിപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് വളരെ സിമ്പിളായിട്ടായിരിക്കും. കൂടുതൽ ടഫായിട്ട് പറയാതെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ പറയാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫ്യൂവൽ സിസ്റ്റത്തിനെ പറ്റിയാണ്. ഫ്യൂവൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫ്യൂവൽ സിസ്റ്റമാണ് നമ്മൾ ഓട്ടോമൊബൈൽ വണ്ടിയിൽ ഓരോ കാലത്തായിട്ട് ഉപയോഗിച്ച് വന്നത്. അത് വളരെ പണ്ട് ഇല്ല പഴയ വണ്ടികളിൽ ഗ്രാവിറ്റി സിസ്റ്റം എന്ന സിസ്റ്റമാണ് ഈ ഫ്യൂവൽ സിസ്റ്റത്തിന് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നത്. അത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഓട്ടോമൊബൈൽ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ നിങ്ങൾ എടുത്ത സാറാരാന്ന് വെച്ചാൽ അവരത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഗ്രാവിറ്റി സിസ്റ്റം എന്നാണ് പറയുന്നത്. ഗ്രാവിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്രോൾ ടാങ്ക് ഒരു നിശ്ചിത ഹൈറ്റിൽ വെക്കാം, ഫിക്സ് ചെയ്യാം. അതിൽ നിന്ന് ഗ്രാവിറ്റി വഴി കാർബറേറ്ററിലേക്ക് പെട്രോൾ സപ്ലൈ ചെയ്യാം. അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പെട്രോൾ ടാങ്ക് എപ്പോഴും മുകളിൽ വെക്കേണ്ടി വരും, ഹൈറ്റിൽ വെക്കേണ്ടി വരും. ആ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിസ്അഡ്വാൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ അത് അത്ര പ്രായോഗികമല്ല എന്ന് പിന്നെ തോന്നും. അപ്പോൾ നമ്മൾ അടുത്ത സിസ്റ്റം കണ്ടുപിടിച്ച് അതിലേക്ക് മാറും. പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത് പ്രഷർ ഫീഡ് സിസ്റ്റം. പ്രഷർ ഫീഡ് സിസ്റ്റം. പിന്നെ അത് കഴിഞ്ഞ് വാക്വം സിസ്റ്റത്തിലേക്ക് മാറി. അതുപോലെ പമ്പ് സിസ്റ്റം, ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ചില്ല സപ്ലൈ സിസ്റ്റം. ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ചില്ല സപ്ലൈ സിസ്റ്റത്തിനാണ്. പിന്നെ ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം വന്നു, ഫ്യൂവൽ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം വന്നു. നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പമ്പ് സിസ്റ്റം. പമ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ആൻസർ. എന്താണ് പമ്പ് സിസ്റ്റം എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ചില്ല, ഫ്യൂവൽ പമ്പ് ഉപയോഗിച്ചിട്ട് സപ്ലൈ ചെയ്യുന്ന സിസ്റ്റത്തിനാണ് പറയുന്നത് പമ്പ് സിസ്റ്റം. അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ പമ്പ് ഏതെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്.
എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ്. എ സി മെക്കാനിക്കൽ ഫ്യൂവൽ പമ്പ് എന്ന പമ്പാണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ച് വരുന്ന ഫ്യൂവൽ പമ്പ്, പെട്രോൾ എഞ്ചിൻ്റെ. എന്താണ് എ സി മെക്കാനിക്കൽ പമ്പ്? എന്താണ് എ സിൻ്റെ ഫുൾ ഫോം? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തിനാണ് എ സി മെക്കാനിക്കൽ പമ്പ് ഉപയോഗിക്കുന്നത്? എ സി മെക്കാനിക്കൽ പമ്പ് ഉപയോഗിക്കുന്നത് ടാങ്കിൽ നിന്ന്, പെട്രോൾ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ സക്ക് ചെയ്യുക, വലിച്ചെടുക്കുക, സക്ക് ചെയ്തിട്ട് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്യൂവൽ പമ്പിനെയാണ് പറയുന്നത് എ സി മെക്കാനിക്കൽ പമ്പ്. എന്താണ് എ സി മെക്കാനിക്കൽ പമ്പ്? ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ സക്ക് ചെയ്തിട്ട് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഫ്യൂവൽ പമ്പിനെയാണ് പറയുന്നത് എ സി മെക്കാനിക്കൽ പമ്പ്. ഇനി എ സിൻ്റെ ഫുൾ ഫോം നോക്കാം. ആക്ച്വേറ്റഡ് ക്യാൻ. അതാണ് എ സി മെക്കാനിക്കൽ പമ്പിൻ്റെ ഫുൾ ഫോം. എ സിൻ്റെ ഫുൾ ഫോം ആക്ച്വേറ്റഡ് ക്യാൻ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, ആലീസ് ചേമ്പർ. ആലീസ് ചേമ്പർ അല്ലെങ്കിൽ ആക്ച്വേറ്റഡ് ക്യാൻ. നമ്മൾ കൂടുതൽ ടെക്നിക്കൽ വേർഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വേറ്റഡ് ക്യാമാണ്. ആക്ച്വേറ്റഡ് ക്യാൻ, അതായത് പെട്രോൾ ടാങ്കിൽ നിന്ന് ഫ്യൂവൽ സക്ക് ചെയ്ത് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഫ്യൂവൽ പമ്പിനെയാണ് പറയുന്നത് എ സി മെക്കാനിക്കൽ പമ്പ്. എ സി മെക്കാനിക്കൽ പമ്പ് നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പവർ പ്ലാന്റിൽ കുറേ ഡിസ്കസ് ചെയ്യും, എഞ്ചിനായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. അതിൽ എഞ്ചിനെ 3 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ഓയിൽ സമ്മി എന്നീ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കഴിഞ്ഞ വർഷം ഞാൻ തന്നെ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങൾക്ക് എഞ്ചിനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പറഞ്ഞു തന്നെ. അതിൽ എഞ്ചിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഒന്നാമത്തെ ഏറ്റവും മുകളിലുള്ള പാർട്ടിനെയാണ് പറഞ്ഞത് സിലിണ്ടർ ഹെഡ്. രണ്ടാമത്തെ പാർട്ടിനെയാണ് പറഞ്ഞത് സിലിണ്ടർ ബ്ലോക്ക്, നടുവിലത്തെ പാർട്ട്. ഏറ്റവും താഴെയില്ല ഓയിൽ സ്റ്റോറേജ് ടാങ്കില്ല ആ ഭാഗത്തിന് പറയുന്നത് ഓയിൽ സമ്പ്. അപ്പോൾ സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ഓയിൽ സമ്പ്, ഇങ്ങനെ 3 പാർട്ടായിട്ട് എഞ്ചിനെ ഡിവൈഡ് ചെയ്യാം. പിന്നെ എഞ്ചിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓവർഹോളിങ് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് എഞ്ചിനെ പറ്റി. അപ്പോൾ എഞ്ചിനെ പറ്റി കൂടുതൽ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നില്ല. അത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വരുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം, മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളെല്ലാം അതിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എഞ്ചിൻ്റെ 3 പാർട്ടാണ് സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ ബ്ലോക്ക്, ഓയിൽ സമ്പ്. ഇനി എ സി മെക്കാനിക്കൽ പമ്പ്, ഈ ഫ്യൂവൽ പമ്പ് ഈ എഞ്ചിൻ്റെ ഏത് ഭാഗത്താണ് ഫിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ ഫ്യൂവൽ പമ്പ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഇത് എഞ്ചിൻ്റെ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് ഫിക്സ് ചെയ്യുക. സിലിണ്ടർ ബ്ലോക്കിൽ ക്യാം ഷാഫ്റ്റിൻ്റെ അടുത്തായിട്ടാണ് ഫിക്സ് ചെയ്യുക. അതിന് നേരെയായിട്ടാണ് ഫിക്സ് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് വരുന്നതിൻ്റെ നേരെയായിട്ടാണ് ഫിക്സ് ചെയ്യുക. കാരണം എഞ്ചിൻ്റെ ക്യാം ഷാഫ്റ്റാണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. അതായത് ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ട പവർ എവിടുന്ന കൊടുക്കുന്നത് വെച്ചാൽ എൻജിൻ ക്യാം ഷാഫ്റ്റ്. ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. എൻജിൻ്റെ ക്യാം ഷാഫ്റ്റാണ്, ക്രാങ്ക് ഷാഫ്റ്റ് അല്ല. നിങ്ങൾക്കറിയാം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാം. അതുപോലെ ക്യാം ഷാഫ്റ്റ്, അതായത് എൻജിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ വരുന്ന, അത് സിലിണ്ടർ ഹെഡിലോ സിലിണ്ടർ ബ്ലോക്കിലോ ആയിരിക്കും ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ. ചില എഞ്ചിനിൽ സിലിണ്ടർ ഹെഡിൽ അടുത്തായിട്ട് വരും മറ്റേ ക്യാം ഷാഫ്റ്റ്. അധികം എഞ്ചിനിൽ സിലിണ്ടർ ബ്ലോക്കിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അതായത് സിലിണ്ടർ ബ്ലോക്കിൽ മറ്റേ ഏറ്റവും ടോപ്പ് പോർഷനിൽ ആണ് ഏത് ഫിക്സ് ചെയ്യുക, ഈ ക്യാം ഷാഫ്റ്റ് ഫിക്സ് ചെയ്യുക. അത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും ക്യാം ഷാഫ്റ്റിൻ്റെ പൊസിഷൻ. ആ ക്യാം ഷാഫ്റ്റിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, ഒരു സൈഡിലായിട്ടായിരിക്കും ഈ എ സി മെക്കാനിക്കൽ പമ്പ് ഫിറ്റ് ചെയ്യുക. അതായത് ഡ്രൈവ് കൊടുക്കണം. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ട പവർ നമ്മൾ ക്യാം ഷാഫ്റ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുക, എ സി മെക്കാനിക്കൽ പമ്പ്. അപ്പോൾ എ സി മെക്കാനിക്കൽ പമ്പിനെ അങ്ങനെ പറഞ്ഞാൽ എ സി മെക്കാനിക്കൽ പമ്പിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എൻജിൻ ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോഴാണ് മറ്റേ ഇത് വർക്ക് ചെയ്യുക. ക്യാം ഷാഫ്റ്റ് കറങ്ങുമ്പോൾ എ സി മെക്കാനിക്കൽ പമ്പ് വർക്ക് ചെയ്യും. ടാങ്കിൽ നിന്ന്
പെട്രോൾ സക്ക് ചെയ്തിട്ട് ഫിൽറ്റർ വഴി കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ ഫ്യൂവൽ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന പാർട്ടുകൾ ഏതാണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഒന്ന്, ഫ്യൂവൽ ടാങ്ക്. ഒന്നാമത് വരുന്നത് ഫ്യൂവൽ ടാങ്ക്. രണ്ടാമത് വരുന്നത് ഫ്യൂവൽ പമ്പ്, അതായത് AC മെക്കാനിക്കൽ പമ്പ്. പിന്നെ ഫ്യൂവൽ ഫിൽറ്റർ. മൂന്നാമത് ഫ്യൂവൽ ഫിൽറ്റർ. എന്തിനാണ് ഫ്യൂവൽ ഫിൽറ്റർ? നമ്മൾ കഴിഞ്ഞ കൊല്ലം ഡിസ്കസ് ചെയ്തിട്ടില്ല, മറ്റേ ഓട്ടോ പവർ പ്ലാന്റിൽ ഡിസ്കസ് ചെയ്ത ഭാഗമാണ് എന്തിനാണ് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഈ വരുന്ന പെട്രോളിനെ ഫിൽറ്റർ ചെയ്യണം. അതിൻ്റെ അകത്ത് വല്ല ഡസ്റ്റ്, പൊടി കലർന്നു കഴിഞ്ഞാൽ അത് കാർബറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ കാർബറേറ്റർ ബ്ലോക്ക് ആവും. അപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റും മറ്റു കാര്യങ്ങളെല്ലാം ഫിൽറ്റർ ചെയ്തിട്ട്, ഫിൽറ്റർ ചെയ്ത ഫ്യൂവൽ മാത്രമേ നമുക്ക് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ഫ്യൂവൽ ഫിൽറ്റർ നമ്മൾ ഇതിൻ്റെ ഈ സിസ്റ്റത്തിൽ, ഫ്യൂവൽ സിസ്റ്റത്തിൽ ആഡ് ചെയ്യാൻ കാരണം. അത് ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ ഡസ്റ്റുകളും കാർബറേറ്ററിലേക്ക് പോയി കാർബറേറ്റർ ബ്ലോക്ക് ആവാൻ കാരണമാവും. അങ്ങനെ ഫ്യൂവൽ സിസ്റ്റത്തിലെ പ്രധാന പാർട്ടാണ് ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ പമ്പ്, അതായത് AC മെക്കാനിക്കൽ പമ്പ് നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഫ്യൂവൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ AC മെക്കാനിക്കൽ പമ്പ്, ഞാൻ നേരത്തെ അതിൻ്റെ ഫുൾ ഫോം വന്നു, ആക്ച്വേറ്റഡ് ക്യാം. ആലീസ് ചാമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പേരും കൂടി ആയിരുന്നു. ആക്ച്വേറ്റഡ് ക്യാം ആൻഡ് ആലീസ് ചാമ്പർ. ഈ AC മെക്കാനിക്കൽ പമ്പ് എല്ലാം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ചില എഞ്ചിനിൽ അതിൻ്റെ ഷേപ്പ് ചെറുങ്ങനെ വ്യത്യാസമുണ്ട്, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വ്യത്യാസമുണ്ട്. പിന്നെ അത് കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വ്യത്യാസം വരുത്തിയിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരേപോലെയാണെങ്കിലും അതിൻ്റെ ആ പുറത്തെ കവറിൽ ചെറിയ വ്യത്യാസം കാണും. ചില എഞ്ചിൽ, പഴയ എഞ്ചിലാണ് ഒരു വേറെ ടൈപ്പാണ് വരുന്നത്, പുതിയ എഞ്ചിനിൽ വേറെ ടൈപ്പാണ് വരുന്നത്. പക്ഷേ വർക്കിംഗ് എല്ലാം ഒരേപോലെയാണ്.